എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലെ 5ാമത്തെ യൂണിറ്റാണ് കടലോളം സ്നേഹം. ഈ യൂണിറ്റിൽ ഒരു മനോഹരമായ ഒരു ജീവിതാനുഭവം പഠിക്കാനുണ്ട്. നമ്മൾ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ പൊൻകുന്നം വർക്കിയുടെ ജീവിതാനുഭവം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. എൻ്റെ അമ്മ, ഞാൻ കഥാകാരനായ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിലെ ഒരു ഭാഗമാണ് എൻ്റെ അമ്മ. തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയും തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ദാരിദ്ര്യവും തൻ്റെ ബാല്യകാലത്തിലെ പട്ടിണി നിറഞ്ഞ ജീവിതവും എല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവിടെ എൻ്റെ അമ്മ. ഇവിടെ അമ്മയും മകനും എന്ന ബന്ധം കാണാൻ സാധിക്കുന്നു. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ആ പൊൻകുന്നം വർക്കിയുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായി അവതരിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ഈ ചാപ്റ്റർ വായിക്കാം, ഇതിൽ ആശയങ്ങൾ കണ്ടെത്താം. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. അല്ലേ, എന്താ മക്കളെ പറയുന്നത്? പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ആത്മാവ് തന്നെ ഈ ആത്മകഥയിൽ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളും മാത്രമുള്ള അധിക വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത തരത്തിൽ തൻ്റെ സ്കൂൾ ജീവിതം മുടങ്ങിപ്പോകുന്ന ആ ജീവിതാനുഭവത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളുള്ള, മോശമായ അനുഭവമുള്ള തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ ഒരേട് നിങ്ങൾക്ക് പഠിക്കാൻ ഈ പാഠഭാഗത്തിലൂടെ കാണാൻ സാധിക്കുന്നു. വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു. തൻ്റെ അച്ഛൻ വളരെ നേരത്തെ തന്നെ തങ്ങളെ വിട്ടുപോയി എന്ന് പറയുന്നു. തൻ്റെ അമ്മ മാത്രമാണ് തനിക്ക് കൂട്ടിയെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ നമ്മോട് പറയുന്നത്. തൻ്റെ അച്ഛൻ നേരത്തെ ഞങ്ങളെ വിട്ടുപോയി, എൻ്റെ അമ്മ മാത്രമേ എനിക്ക് കൂട്ടായിട്ടുള്ളൂ എന്ന് ഈ കഥാകാരൻ നമ്മോട് പറയുകയാണ്. ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വാത്സല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ദുഃഖമയമായ ഈ ജീവിത സാഹചര്യമാണ് എനിക്കുണ്ടായത് എന്നാണ് ഈ കഥാകാരൻ നമ്മോട് പറയുന്നത്. മാതാവിൽ നിന്നുപോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മാതാവിൽ നിന്നുപോലും, അമ്മയിൽ നിന്നുപോലും വാത്സല്യങ്ങൾ എനിക്കും എൻ്റെ അനുജത്തിക്കും കിട്ടിയിട്ടില്ല എന്നാണ്, അനുജനും കിട്ടിയിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. അത്രമാത്രം ജീവിതം ദാരിദ്ര്യമായിരുന്നു, അത്രമാത്രം ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ഈ കഷ്ടപ്പാട് നിറഞ്ഞ തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ, ഈ കഷ്ടപ്പാട് നിറഞ്ഞ തൻ്റെ ബാല്യകാലത്തിൻ്റെ ഈ അനുഭവമാണ് ഈ പാഠഭാഗത്തിലൂടെ ആര് പറയുന്നത്? നമ്മുടെ പൊൻകുന്നം വർക്കി പറയുന്നത്. മാതാവിൽ നിന്നുപോലും, അതായത് മാതാവ് എന്ന് പറഞ്ഞ അമ്മ, മാതാവിൽ നിന്നുപോലും ലാളനയുടെ, അതായത് വാത്സല്യത്തിൻ്റെ സ്നിഗ്ധഭാവങ്ങൾ, നല്ല മധുരമുള്ള ഭാവങ്ങൾ, സമീപനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എഴുത്തുകാരൻ. കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു. കുട്ടികളായ എന്നെ, എൻ്റെ അനുജനെ വളർത്താൻ വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അത്രയും കഷ്ടപ്പാടിലൂടെയാണ് എൻ്റെ അമ്മ എന്നെ, എൻ്റെ അനുജനെ വളർത്തിയതെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. അത്ര സുഖകരമല്ലാത്ത ജീവിതമായിരുന്നു, സുഖമുള്ള ജീവിതമല്ലായിരുന്നു. അതായത് പരുപരുപ്പ് എന്ന് വെച്ച ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും എല്ലാം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എൻ്റേതെന്ന് പറയുന്നു. അച്ഛൻ നേരത്തെ മരിച്ചതുകൊണ്ട് എൻ്റെ അമ്മയാണ് എന്നെയും എൻ്റെ അനിയനെയും നോക്കിയത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു ജീവിതത്തിൽ കൂടുതലെന്ന് ആരോ പറയുന്നു, എഴുത്തുകാരൻ പറയുന്നു. അമ്മയിൽ നിന്നും കൂടുതൽ വാത്സല്യമൊന്നും തനിക്ക് കിട്ടിയിരുന്നില്ല. കാരണം അമ്മ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഞങ്ങളെ പോറ്റുന്നത്. അതിനൊക്കെ അമ്മക്ക് സ്നേഹവാത്സല്യം കാണിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നു. മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാബോധം, അല്ലെ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ആ അമ്മയ്ക്ക് ഉണ്ടാവുക. നിസ്സഹായതാബോധം, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ആ അമ്മ. ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു. അമ്മയുടെ നിസ്സഹായതാബോധം ചെറുപ്പത്തിലെ ഈ എഴുത്തുകാരനിലും കാണാൻ സാധിക്കുന്നു. തനിച്ച് റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ, കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല. അല്ലേ, സ്നേഹത്തിൻ്റെ കരുതൽ എൻ്റെ ബാല്യകാലത്തിൽ എനിക്കായി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് തനിച്ച് റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ, കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല. എന്നെ ആരും തന്നെ സ്നേഹിച്ചിട്ടില്ല. കുളത്തിലോ പുഴയിലോ കുളിക്കാൻ പോയാലും മുങ്ങി മരിക്കുമെന്നോ, നടക്കുമ്പോൾ വണ്ടി തട്ടുമോ എന്ന ആ ഒരു സ്നേഹത്തോടു കൂടിയ സമീപനം, വാക്കുകൾ ആരും തനിക്ക് നേരെ പറഞ്ഞിട്ടില്ല. അല്ലേ, നമുക്കറിയാം, നമ്മളെ അച്ഛനമ്മയും പറയല്ലേ, നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടറാ, പുഴയിൽ കുളിക്കാമെന്നത് ശരി തന്നെ, നീ സൂക്ഷിക്കണം, നീന്തണം, അപകടത്തിൽ വരാൻ പാടില്ലെന്ന സ്നേഹവാക്കുകളില്ലേ, അതൊന്നും ആരെ തേടി വന്നിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് ബാല്യകാലത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്.
ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി. അത്രയും ദുഃഖത്തോടു കൂടി ഇദ്ദേഹം വളർന്നു കയറുകയാണ്. പരമാർത്ഥം സത്യം എന്ന് പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദുശ്ശകുനമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചതല്ലേ. പണക്കാർക്കൊക്കെ എന്നെ കണ്ട വെറുപ്പ. ആരെ? നമ്മുടെ പൊൻകുന്നം വർക്കിയെ. ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഇദ്ദേഹം ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇദ്ദേഹം വളർന്നു വന്നത്. ഈ ദുഃഖത്തിലൂടെയും പരിഹാസത്തിലൂടെയും വളർന്നു വന്ന ഇദ്ദേഹം എത്തിപ്പെട്ട മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളർച്ചയാണ്. ഒരുപാട് വളർച്ചയിൽ ഉയർച്ചയിൽ എത്തിപ്പെടാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അത് ഒരു തരത്തിലുള്ള വലിയ മാറ്റമാണെന്ന് ഇവിടെ പറയുകയാണ്. ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി. എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു അല്ലേ. ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കും, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരു ദിവസം ഓർക്കുകയാണ്. എന്താ ഇദ്ദേഹം ഓർക്കുന്നേ? അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി അല്ലേ. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങുകയാണ് ഇദ്ദേഹം. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച് കൂട്ടുകാരെയും തേടി ഇറങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കാഴ്ച ഇവിടെ ദൃശ്യമാണ്. എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു അല്ലേ. എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു. ആ ഒരു പ്രായമുള്ള ഒരു കുട്ടി, എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായിട്ട് പോവാണ്. അപ്പോൾ സ്നേഹവാത്സല്യത്തോടുകൂടി മറ്റു മാതാപിതാക്കൾ മക്കളെയും കൊണ്ട് പോകുന്ന കാഴ്ച ഇദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ട്. മക്കളെ, എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത് അല്ലേ. തൻ്റെ അയൽക്കാരനായ കുട്ടിയെ അവൻ്റെ അച്ഛൻ സ്കൂളിൽ ചേർക്കുന്ന കാഴ്ച അവൻ കാണുകയാണ്. ആര്? നമ്മുടെ പൊൻകുന്നം വർക്കി കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, അയ്യോ എനിക്കും സ്കൂളിൽ ചേരണമല്ലോ, എന്നെയും കൂടി സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി ഇവർ കൊണ്ടുപോകുമോ, എന്നെയും കൂടി ഒന്ന് സ്കൂളിൽ ചേർക്കുമോ എന്ന് പൊൻകുന്നം വർക്കി ആരോട് ചോദിച്ചു? നമ്മുടെ എഴുത്തുകാരനായ വ്യക്തി ചെറുപ്പകാലത്ത് തൻ്റെ അയൽക്കാരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ പൊൻകുന്നം വർക്കിയെ അദ്ദേഹം എന്ത് ചെയ്തു? സ്കൂളിൽ ചേർത്തു അയൽക്കാരൻ. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. തൻ്റെ അയൽക്കാരനാണ് തന്നെ സ്കൂളിൽ ചേർത്തതെന്നാണ് പൊൻകുന്നം വർക്കി പറയുന്നത്. ഉച്ച വിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു, അമ്മേ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന് അല്ലേ. ഉച്ച കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ നിന്നും വന്ന് അദ്ദേഹം തൻ്റെ അമ്മയോട് പറയാണ്, അമ്മേ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നമ്മേ. ഈ ദാരിദ്ര്യത്തിനും പട്ടിണിയിലും ഇടയിൽ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നു എന്ന് ഈ ചെറുപ്പക്കാരൻ കുട്ടി അമ്മയോട് പറയുകയാണ്. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി കത്തിച്ചു തുടങ്ങിയതല്ലേ. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ ഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി കത്തിച്ചു തുടങ്ങിയത്. എനിക്ക് ഫീസും ആഹാരവും തരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയുടെ വിഷാദ ആ ഒരു സങ്കടത്തോടെയുള്ള ജീവിതം, ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി സങ്കടമുണ്ടായത്. എൻ്റെ അമ്മ എന്നെയും എൻ്റെ അനിയനെയും വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ച കണ്ടതാണ് എൻ്റെ നെഞ്ചിലെ എൻ്റെ ഹൃദയത്തിൽ തീ കോരിയിട്ടതെന്ന് എഴുത്തുകാരൻ പറയാണ്. തൻ്റെ അമ്മയുടെ അധ്വാനം എഴുത്തുകാരൻ കാണാതെ പോകുന്നില്ല അല്ലേ. KGF റോക്കി ഭായ് പറയുന്നില്ല, മക്കളെ, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല, തന്താനേ താനേ താനെന്നാനേ താനേ താനാനേ. അതേപോലെ ഇദ്ദേഹം പറയാണ്, ചെറുപ്പത്തിൽ എന്നെ വളർത്താൻ വേണ്ടി, എന്നെ അനുജനെ വളർത്താൻ വേണ്ടി പട്ടിണി കിടന്ന് അധ്വാനിക്കുന്ന എൻ്റെ അമ്മയോളം വലിയ പോരാളി മറ്റാരുമില്ല എന്ന് ഇദ്ദേഹം തിരിച്ചറിയുകയാണ്. അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു അല്ലേ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനല്ലാതെ മോൺസ്റ്റർ ആടാ, ടീമായി വരുന്നവൻ ഗ്യാങ്ങായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ, ഒറ്റയ്ക്ക് വരുന്നവൻ മോൺസ്റ്റർ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന പോലെ തൻ്റെ കൂട്ടുകാരോട് ഇദ്ദേഹം പറയാണ്. തൻ്റെ കൂട്ടുകാരോട് ഈ പൊൻകുന്നം വർക്കി പറയാണ്, പണച്ചാക്കായ തൻ്റെ കൂട്ടുകാരോട് പൊൻകുന്നം വർക്കി പറയാണ് തൻ്റെ ജീവിതാനുഭവങ്ങൾ അല്ലേ. പണക്കാരനുഭവിക്കാത്ത വലിയ ജീവിതാനുഭവം ആർക്കുണ്ട്? പൊൻകുന്നം വർക്കിക്കുണ്ട്. അദ്ദേഹം പറയാണ്, അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും ഒക്കെ കഥകൾ തൻ്റെ സുഹൃത്തുക്കളോട് ആര് പറയുന്നേ? നമ്മുടെ പ്രിയപ്പെട്ട പൊൻകുന്നം വർക്കി പറയുന്നുണ്ട്. ഈ സ്വാധീന ശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് എന്ന് ആവർത്തിച്ചു വന്നത് അല്ലേ. ഈ സ്വാധീന ശക്തി നിമിത്തം
എൻ്റെ ഈ പ്രബലമായ ഈ സ്വഭാവം കാരണം ആരെയും ഭയമില്ലാതെ എല്ലാ കുരുത്തക്കെടുകളും എല്ലാം കാണിച്ചുകൊണ്ട് ഏതൊക്കെയാ അടിയും ഇടിയും ഓട്ടവും ചെകുത്താൻ തീ കണ്ടതോ പറങ്കിമാന്ന് വീണ കാര്യങ്ങളൊക്കെ വീരസാഹസ കഥകൾ കേട്ടിട്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി അല്ലേ, ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ, പൊൻകുന്നം വർക്കിയുടെ കഴിവിനെ. 4ാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി. 4ാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ എവിടേക്ക് പോയി? ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പം 4ാം ക്ലാസ് കഴിഞ്ഞ ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോവാണ്. എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു. എന്നെ എന്താണ് ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്ന് ഈ കുട്ടി പൊൻകുന്നം വർക്കി അമ്മയോട് ചോദിച്ചു. 4ാം ക്ലാസ് വരെ പഠിച്ചു, അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പഠിക്കാൻ പോയി. അപ്പോൾ ഇദ്ദേഹം മാത്രം ഒറ്റയ്ക്കായി. അമ്മേ, എന്നെ എന്താ അമ്മേ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കാത്തത് എന്ന് നമ്മുടെ പൊൻകുന്നം വർക്കി അമ്മയോട് ചോദിക്കുകയാണ്. എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ അല്ലേ, ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കണം എന്ന് അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാണ്ടായ ഒരു ദിവസം നല്ലത് 4 എണ്ണം തുടയ്ക്ക് വെച്ചു തന്ന ശേഷം നല്ല അടി തുടക്കം അമ്മ കൊടുത്തു. എന്നിട്ട് അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു. അമ്മ പറഞ്ഞു, പോയി വല്ല ജോലിയും നോക്ക്, ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയില്ല. അമ്പ പടക്കുതിര കിടന്നു പടക്കുന്നു. അപ്പോഴാ ഞൊണ്ടിക്കുതിര അല്ലേ, പടക്കുതിര കടന്ന് പടക്കുന്നു. അതായത് പടക്കുതിര അമ്മ കടന്ന് ഇവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പാട് പെടാം. അപ്പാണ് ഈ ഞൊണ്ടിക്കുതിരയായ തൻ്റെ മകനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കേണ്ട ആവശ്യം അല്ലേ. കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല, ദാരിദ്ര്യ പട്ടിണിയാ, ജീവിതം എങ്ങനെയാണ് കരകയറ്റുന്നത് അറിയില്ല ഈ അമ്മക്ക്. അപ്പോഴാണ് അമ്മ പറയുന്നത്, എനിക്ക് എങ്ങനെയാണ് ജീവിതം കരകയറ്റുന്നത് അറിയില്ല. അപ്പോഴാണ് ഇവന് എന്ത് വേണ്ടത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കണം, ഇംഗ്ലീഷ് മീഡിയം പഠിക്കണമെന്ന നമ്മുടെ പൊൻകുന്നം വർക്കിയുടെ ആഗ്രഹത്തെ അമ്മ നിരുത്സാഹപ്പെടുത്തി അടികൊടുത്ത് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. പഠിക്കാൻ പോകണ്ട, പോയി പണിക്ക് പോടാ, പൈസയാക്കുമെന്ന് പറഞ്ഞു. അടികൊണ്ട ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞു തുടങ്ങി അല്ലേ. ഇന്ന് ഏങ്ങലടിക്കുക, അങ്ങനെ ഏങ്ങലടിച്ചാൽ കരയാൻ തുടങ്ങി. പൊൻകുന്നം വർക്കി കരയാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു അല്ലേ. സ്നേഹഗംഭീര എന്ന് പറഞ്ഞ അമ്മ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് ഏങ്ങലടിച്ചു കൊണ്ടിരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണമെന്ന് ആ മകൻ അമ്മയോട് പറഞ്ഞപ്പോൾ, എടാ നമുക്ക് പൈസയില്ല, നീ പോയി ജോലി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ അമ്മ നല്ല അടി കൊടുത്തു ആ മകന്. അങ്ങനെ ആ മകൻ കരയുമ്പോഴും തൻ്റെ മകൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത നിർഭാഗ്യവതിയാണ് താൻ എന്ന ചിന്തയിൽ ആ അമ്മയും കരയുന്നുണ്ടായിരുന്നു അല്ലേ. അമ്മ സ്നേഹം കൊണ്ടാണ് അടിച്ചത്, അമ്മക്ക് പറ്റുന്നില്ലടാ പഠിപ്പിക്കാൻ, ദാരിദ്ര്യാണ്, കഷ്ടപ്പാടാണ്. ആ ഒരു അവസ്ഥയിൽ എങ്ങനെ തൻ്റെ മകനെ പഠിപ്പിക്കുക? ആ മകൻ കൂടി ജോലിക്ക് പോയാൽ കിട്ടുന്ന പൈസയിൽ ജീവിക്കാലോ, അതല്ലേ അവർ ചിന്തിക്കുക. തൻ്റെ മകന് വേണ്ട സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ കൊടുക്കാൻ പറ്റാത്ത ഒരു നിർഭാഗ്യവതിയായ അമ്മയാണ് എന്ന സങ്കടത്തിൽ അമ്മയും അവിടെ കടന്ന് കരയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പാഠഭാഗം അവസാനിക്കുന്നത്. പൊൻകുന്നം വർക്കിയുടെ ഞാൻ കഥാകാരനായ കഥ എന്ന ആത്മകഥയിലെ ഭാഗമാണ്. അല്ലടാ മക്കളെ, സ്കൂളിൽ പോകാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്ന ബാല്യകാലം പട്ടിണി നിറഞ്ഞ പൊൻകുന്നം വർക്കിയുടെ ജീവിത കഥയാണ് നമ്മൾ പഠിച്ച ഈ പാഠഭാഗം. ഓക്കെ, നമുക്കിതൊരു ചോദ്യം പരിചയപ്പെടാം. ആസ്വാദനക്കുറിപ്പ്. ഇപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് ആസ്വാദനക്കുറിപ്പ് ചോദ്യം വന്നാൽ, എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതണം നോക്കാം നമുക്ക്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥാംശമുള്ള കൃതിയാണ് ഞാൻ കഥാകാരനായ കഥ. അതിലെ ഒരു ഭാഗമാണ് എൻ്റെ അമ്മ എന്ന പാഠഭാഗം അല്ലേ. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള, അദ്ദേഹം ജീവിതാനുഭവമുള്ള ഭാഗമാണ് ഞാൻ കഥാകാരനായ കഥ. അതിലെ ഒരു ഭാഗമാണ് എൻ്റെ അമ്മ. ഇതിൽ അദ്ദേഹം തൻ്റെ കുട്ടിക്കാല അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. തൻ്റെ കുട്ടിക്കാലത്തിലെ അനുഭവങ്ങൾ ഇവിടെ എഴുത്തുകാരൻ പങ്കുവയ്ക്കുകയാണ്. ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലാണ് അദ്ദേഹത്തിന് ജനനം. ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജീവിക്കുകയാണ് ഇദ്ദേഹം. ചെറുപ്രായത്തിൽ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹവും അനുജനും മാതാവും അനാഥരായി. ഇപ്പോൾ ചെറുപ്രായത്തിലെ പിതാവ് മരണപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ. അങ്ങനെ അദ്ദേഹവും അനുജനും മാതാവും അനാഥരായി കടന്നു. അപ്പോൾ അനുജനും അദ്ദേഹവും മാത്രമുള്ള അവർക്ക് ജീവിതത്തിൽ ആകെ തെളിച്ചവും വെളിച്ചവും ഒരു അധികാരവും ഉള്ളത് അമ്മ മാത്രമാണ്. അദ്ദേഹവും അനുജനും മാതാവും അനാഥരായി. ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം മാതാവിൽ നിന്നും ലാളനയോ വാത്സല്യമോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അല്ലേ. മാതാവിൽ നിന്ന്, തൻ്റെ അമ്മയിൽ നിന്നും ലാളനയോ വാത്സല്യമോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും തിക്തമായ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഇപ്പോൾ ദാരിദ്ര്യം, അവഗണന, ഇതിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അത്രയും ദാരിദ്ര്യം നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആര് മക്കളെ, നമ്മുടെ കഥാകാരനെ പൊൻകുന്നം വർക്കിയുടെ ജീവിതം. അയൽക്കാരൻ്റെ സഹായത്താലാണ്
അദ്ദേഹം സ്കൂളിൽ ചേർന്നത്. അയൽക്കാരൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം സ്കൂളിൽ ചേരുന്നു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഫീസും ആഹാരവും തരാൻ ബുദ്ധിമുട്ടുന്ന അമ്മയുടെ നിസ്സഹായ അവസ്ഥ ആ കുട്ടിയുടെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തീ പോലെ കത്തിനിന്നു. ചെറുപ്പത്തിലെ സ്കൂളിൽ പോകാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആ കുട്ടിയുടെ ജീവിതാനുഭവത്തിൻ്റെ വലിയ ദുഃഖസ്മരണകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ കൂട്ടുകാർ സ്കൂളിൽ പോകുമ്പോൾ തനിക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തതിൻ്റെ വലിയ വേദന ഇവിടെ പ്രകടമായി കാണാൻ സാധിക്കുന്നു. ബാല്യകാലത്ത് മുഴുവൻ അനുഭവിച്ച വേദനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവ കഥകൾ അദ്ദേഹം കൂട്ടുകാരോട് പറയുമായിരുന്നു. അല്ലെ, ബാല്യകാലത്തിൽ അദ്ദേഹം അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ അതൊക്കെ ഇവിടെ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. 4ാം ക്ലാസ് ജയിച്ച ശേഷം മറ്റു കുട്ടികൾ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പഠനത്തിനായി പോയി. അല്ല, 4ാം ക്ലാസ് ജയിച്ച ശേഷം മറ്റു കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഇദ്ദേഹം മാത്രമായി ബാക്കി. തന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അമ്മയോട് ചോദിച്ച് നിരന്തരം ശല്യം ചെയ്തപ്പോൾ അടിക്കുകയും ചെയ്തു. അമ്മ എന്നെ എന്താ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാത്തെന്ന് പറയുമ്പോൾ അമ്മ അടിച്ചു. കാരണം എന്താ, അതിനുള്ള നിവർത്തിയില്ല, അമ്മക്ക് പൈസയില്ല. പോയി വല്ല ജോലിയും നോക്ക് എന്നുമാണ് അമ്മ പറഞ്ഞത്. നീ പോയി ജോലി നോക്ക്, രക്ഷപ്പെടാൻ നോക്കുന്ന അമ്മ പറഞ്ഞു. കാരണം പട്ടിണിയാണ്. അടികൊണ്ട് ഏങ്ങലടിച്ച കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തനിക്കൊപ്പം കരയുന്ന സ്നേഹഗംഭീരിയായ അമ്മയെയും കൂടി കുട്ടി കണ്ടു. അല്ലേ, തനിക്കാവാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ചെന്ന് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ മടിച്ചത് അമ്മ എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അങ്ങനെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയ പൊൻകുന്നം വർക്കിയുടെ ജീവിതത്തിൻ്റെ വലിയ ഏടുകൾ നമുക്ക് പകർന്നു തരുന്ന ജീവിതാനുഭവങ്ങൾ നമ്മൾ തളർത്തരുത്, വളർത്തണമെന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഞാൻ കഥാകാരനായ കഥ. അല്ലേ, ഈ കഥയിൽ പറയുന്നുണ്ട് എൻ്റെ അമ്മ എന്ന് പറയുന്ന അമ്മയുമായുള്ള ബന്ധമാണ് പറയുന്നത്. നമ്മൾ ശക്തമായ പോരാളിയാണ് അമ്മ. ഈ അമ്മക്ക് ഒരുപാട് സങ്കടമുണ്ട് മകനെ പഠിപ്പിക്കാൻ പറ്റാത്തതിന്. പക്ഷെ അതൊക്കെ ഉള്ളിലൊതുക്കി പുറമേ സീരിയസ് ആയി അമ്മ അഭിനയിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും ഭാവിയിൽ മികച്ചൊരു എഴുത്തുകാരനാകാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ പൊൻകുന്നം വർക്കിക്ക് സാധിച്ചു. മികച്ചൊരു എഴുത്തുകാരൻ, അല്ലെ, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മികച്ചൊരു എഴുത്തുകാരനായ പൊൻകുന്നം വർക്കിയുടെ അമ്മയുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം, അമ്മയുമായിട്ടുള്ള സ്നേഹബന്ധം, അമ്മ പകർന്നു തരുന്ന മൂല്യബോധങ്ങൾ, അങ്ങനെ തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മൾ പഠിച്ച ഏതു മക്കളെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ പാഠഭാഗം. ഇപ്പോൾ കൃത്യമായി പാഠം വായിക്കുക, എക്സാമിന് ഒരുങ്ങുക, എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.